ഇവിടെ വരുന്നവരോട് ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കൂടാതെ നാട്ടിൽ നിന്ന് ചില ഫ്രണ്ട്സെങ്കിലും എന്നോട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വേക്കൻസി ഉണ്ടെന്നൊരു ഏജൻസി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടിലുള്ള ഒരാൾക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആ വഴിക്ക് വിസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു ആവറേജ് സാലറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറയാം, പാർട്ട് ടൈം ജോബ് ഒരുപാട് അവൈലബിൾ ആണ്. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹോപ്പ് എവ്രിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് UK കുറിച്ചാണ്. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ലോകത്തെ മൊത്തം അടക്കി ഭരിച്ചിരുന്ന ഒരു എംപയർ ആയിരുന്നു. UK എന്ന് പറയുമ്പം 4 രാജ്യങ്ങളാണ് അതിൽ പെടുന്നത്. ഒന്ന് ബ്രിട്ടൻ, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലാൻഡ്. അങ്ങനെ UKയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സംവാദമാണ് ഈ ഒരു എപ്പിസോഡിൽ. UK ബിസിനസ് ചെയ്യാൻ എന്തൊക്കെയാണ് നിയമങ്ങൾ? നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് UK ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഏതാണ് യൂസിലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വീസാസ്? പാർട്ട് ടൈം ജോലി ചെയ്യാൻ എളുപ്പമാണോ UK? അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സംവദിക്കാൻ പോകുന്ന വ്യക്തിയുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡിസ്കസിങ് അബൌട്ട് UK. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നമ്മുടെ കേരളത്തിൽ നിന്ന് UK പോലൊരു രാജ്യത്ത് നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു? സ്റ്റുഡൻറ്റ് വിസ ആയിരുന്നോ? അതെ, ഞാൻ ഈ UK വന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. ഞാൻ നാട്ടിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരിക്കും ഫൈനൽ ഇയറൊക്കെ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് മീൻസ് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പുറത്ത് പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഡിഗ്രി റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ IELTS ജോയിൻ ചെയ്തു. എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു ശരിക്കും. അതുകൊണ്ട് തന്നെ ഡിഗ്രിയുടെ റിസൾട്ട് വന്ന് വളരെ പെട്ടെന്ന് തന്നെ വിസയൊക്കെ കിട്ടി ഇവിടെ വരാൻ പറ്റി. 2009 വന്നത്. ഓക്കെ, അപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾ എന്ത് കോഴ്സാണ് UK ചെയ്തത്? ഞാൻ ചെയ്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ MBA മാർക്കറ്റിംഗ് ആയിരുന്നു സ്പെഷ്യലൈസ് ചെയ്ത്. യൂണിവേഴ്സിറ്റി ഓഫ് വെയിൽസിൻ്റെ അണ്ടറിലായിരുന്നു. ഇവിടുന്ന് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും അറിയാൻ താല്പര്യമുള്ളതെന്ന് പറയുന്നത് പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്നത് അവിടെ എളുപ്പമാണോ കിട്ടാൻ? UK പാർട്ട് ടൈം ജോലികൾ കിട്ടാൻ എളുപ്പമാണോ? പാർട്ട് ടൈം ജോബ് ഒരുപാട് അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് ലണ്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്, എവറി കോർണർ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് കാണാൻ പറ്റുന്നു. പല കമ്പനിയുടെ പല ഈ സെയിൻസ്ബറീസ്, ടെസ്കോ, അസ്ത, ലിഡിൽ എന്ന് പറയുന്ന പല സൂപ്പർ മാർക്കറ്റ് ചെയിൻ കാണാൻ പറ്റും. അതുകൂടാതെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അവിടെ എല്ലാം തന്നെ പാർട്ട് ടൈം ജോബ് നല്ല അവൈലബിൾ ആണ്. കാരണം ഒരു സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാൾക്ക് ഒരിക്കലും 20 hours ജോബ് കിട്ടാനില്ല എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട്. പിന്നെ ഇപ്പം ഈ കൊറോണയുടെ സിറ്റുവേഷനൊക്കെ കാരണം ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ. പക്ഷേ നോർമലി പാർട്ട് ടൈം ജോബ് ഒരുപാട് അവൈലബിൾ ആണ് എല്ലാവർക്കും. എനിക്ക് അവിടെയുള്ള സാലറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പം നഴ്സസും അങ്ങനെ ഡിഫറെൻറ്റ് പ്രൊഫഷൻസ് ഉണ്ടല്ലോ, അവിടുത്തെ സാലറി ഒക്കെ എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടോ അവിടെ? എങ്ങനെയാണ് അതിൻ്റെ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഒരു ആവറേജ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പം സാധാരണഗതിയിൽ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ അസിസ്റ്റൻ്റായിട്ടോ കസ്റ്റമർ അസിസ്റ്റൻ്റൊക്കെ ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ വെയിറ്ററൊക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ മണിക്കൂറിന് 9 പൗണ്ട് വെച്ച് കിട്ടും മിനിമം. അതൊരു ആവറേജ് സാലറിയാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമർ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് 9 പൗണ്ട് മണിക്കൂറിന് കിട്ടാം. അതുപോലെ ഈ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് നിൽക്കുന്ന ആൾക്കും ഏകദേശം 9 പൗണ്ടോളം കിട്ടാം. പിന്നെ അത് കൂടാതെ ടിപ്പ് കിട്ടാം. പിന്നെ അതല്ലാതെ നമ്മളിപ്പോൾ നേഴ്സുമാരെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം ഇപ്പം ഓരോ ബാൻഡ് അനുസരിച്ചാണ്, ബാൻഡ് 1, ബാൻഡ് 2, ബാൻഡ് 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അപ്പോൾ ബാൻഡിനനുസരിച്ചാണ് സാലറി. അത് കൂടാതെ ഇവരുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസും നോക്കും, എത്ര വർഷമായി ഈ ഫീൽഡിൽ എന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 15 പൗണ്ടൊക്കെ ഒരു ഹവർലി ഒരു ആവറേജ് നേഴ്സുമാർക്ക് കിട്ടാം. അത് കൂടാതെ ഈ ഇവർ ഓവർ ടൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഈ പ്രീമിയം കിട്ടും ഓരോ മണിക്കൂറിനും. പിന്നെ അതുകൂടാതെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമ്പം അതിനുള്ള പ്രീമിയം കിട്ടും. പിന്നെ ബാക്കിയുള്ള ജോബൊക്കെ മാറും, ഒരുപാട് ഡിഫറൻസ് ആണ്. ഇപ്പോൾ IT ഫീൽഡിലുള്ള ഒരാളെന്ന് നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര സാലറി. ഡിപ്പെൻസ്, അത് കമ്പനിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണെന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഡിപ്പെൻസ്, അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം
ഒരു പരിധി വരെ സാലറിയിലെല്ലാം. അപ്പം അങ്ങനെയാണ് സാധാരണ ഗതിയിൽ. ഇപ്പം ഒരു ആവറേജ് നോർമൽ സാലറി എന്ന നിലയ്ക്ക് നമുക്കിപ്പോൾ ഒരു ചെറിയ ജോലിയിലുള്ളത് പറയാൻ പറ്റും. കുറച്ച് വലിയ ജോലിയൊക്കെ വരുമ്പം അത് എക്സ്പീരിയൻസും അവരുടെ ഏത് ഏരിയയിൽ വർക്ക് ചെയ്യുന്നു, ഏത് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു ഉള്ളതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് മാറും. ഞാൻ കേട്ടിട്ടുണ്ട് വെൽഫെയർ നേഷൻസിലൊക്കെ 1 മണിക്കൂറിന് ഇത്ര പൈസ വേണം എന്ന് നിയമപരമായി അവിടെ ഉണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 1 മണിക്കൂർ വർക്ക് ചെയ്താലും 8 മണിക്കൂർ വർക്ക് ചെയ്താലും അങ്ങനെ ഒരു റിട്ടൺ റൂളൊന്നുമില്ല, ഇങ്ങനെ ഇത്ര പൈസ കൊടുത്തോളം എന്നുള്ളത്. അവിടെ അങ്ങനെ വല്ല നിയമങ്ങളുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇവിടെ ഹവർലി പേ ആണ്, മണിക്കൂറിനാണ് കാശ് ജോലിക്കൊക്കെ. അപ്പം ഇവിടെ നാഷണൽ മിനിമം വേജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. ആ ഒരു മിനിമം വേജ് എന്തായാലും ഏത് ജോലിക്കും കൊടുത്തിരിക്കണം, മിനിമം അത്ര രൂപ കൊടുത്തിരിക്കണം. അത് എന്താണെന്ന് പറഞ്ഞാൽ 21 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ഒരാൾക്ക് 1 മണിക്കൂറിന് 8 പൗണ്ട് 30 പെൻസാണ് കൊടുക്കേണ്ടത് മിനിമം. 25 വയസ്സിന് മുകളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 8 പൗണ്ട് 72 പെൻസ് കൊടുക്കണം മിനിമം 1 മണിക്കൂറിന്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് UK വർക്ക് പെർമിറ്റ് പ്രോസസ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എസ്പെഷ്യലി നഴ്സസിനെ കുറിച്ചിട്ടാണ് കേട്ടിരിക്കുന്നത്. സത്യമാണോ? അതെ, നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വർക്ക് പെർമിറ്റിൽ ഇവിടേക്ക് വരുന്നത് നഴ്സിംഗ് പ്രൊഫഷനിലുള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞാൽ ഒരുപാട് ഷെഫുമാർ വരുന്നുണ്ട്. പല ടൈപ്പ് റെസ്റ്റോറൻറ്റ്സിലേക്കും സ്പെഷ്യലൈസ്ഡ് ഷെഫുമാരെല്ലാം നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. വർക്ക് പെർമിറ്റിൽ അവരും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നു IT സെക്ടറിലുള്ള ആൾക്കാരാണ്. പിന്നെ എൻജിനീയറിംഗ് ഫീൽഡിലുള്ള ഒരുപാട് പേര് നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റിൽ വരുന്നുണ്ട്. അതാണ് ശരിക്കും വർക്ക് പെർമിറ്റ് കിട്ടാൻ ഇതാണ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ പേപ്പറുകളിലും ഏജൻസും ഒക്കെ UK റിക്രൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? കൂടാതെ നാട്ടിൽ നിന്ന് ചില ഫ്രണ്ട്സെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വേക്കൻസി ഉണ്ടെന്നൊരു ഏജൻസി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം പറയട്ടെ, അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെ വേക്കൻസിക്ക് നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും അതിനുള്ള മാൻ പവറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു ഫ്രോഡായിരിക്കും. അപ്പം അതും ശ്രദ്ധിക്കുക. ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പെട്ടെന്ന് UK പോവുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട്, അതായത് കേരളത്തിലോ ഇന്ത്യയിലോ നിന്നുകൊണ്ട് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? നാട്ടിലുള്ള ഒരാൾക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആ വഴിക്ക് വിസ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് പക്ഷേ കുറച്ച് വലിയ തുകയാണ്. ഏകദേശം 2 മില്യൺ ബ്രിട്ടീഷ് പൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, UK ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇൻവെസ്റ്റർ വിസ ലഭിക്കുകയുള്ളൂ. നമ്മൾ UK അവിടെ എന്തൊക്കെ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പം സ്റ്റുഡൻറ്റ് വിസയിലാണ്, വർക്ക് പെർമിറ്റിലാണെങ്കിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടോ? എങ്ങനെ ബിസിനസ് ചെയ്യാം അവിടെ? ഇവിടെ ഇപ്പം പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, വിസ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ഒരു കോളേജിൻ്റെ സ്പോൺസർഷിപ്പിൽ വന്നതായിരിക്കും. അത് കാരണം ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് 20 hours ജോലി ചെയ്യാം. പിന്നെ ഈ സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഒരാൾ മാരീഡാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വിസയിലുണ്ടെങ്കിൽ ആ പാർട്ട്ണറിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു വിസ കാറ്റഗറി വർക്ക് പെർമിറ്റ്. അതും ഈ പറഞ്ഞ പോലെ അതും ഒരു സ്പോൺസർഷിപ്പിലാണ്, ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പിലാണ് അദ്ദേഹം വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പം അയാൾക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു പാർട്ട്ണർ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പാർട്ട്ണറിന് ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ PR-ലുള്ള ഒരാൾ, പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്കൊന്നും ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. എന്ന് മാത്രമല്ല ഭയങ്കര ബിസിനസ് ഫ്രണ്ട്ലിയാണ് ഈ രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു വെൽഫെയർ നേഷനെ പോലെയും UK ടാക്സ് അധികമാണെന്ന് കേൾവിയുണ്ട്. എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഒരു വാസ്തവം എന്ന് പറയുന്നത്? അവിടെ ടാക്സ് എങ്ങനെയാണ് UK? ടാക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയർലി ഇപ്പോൾ ഒരാൾ ഏൺ ചെയ്യുന്നത് 12,500 പൗണ്ട് ആണെന്ന് കരുതുക. ഒരു വർഷം 12,500 പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ എമൗണ്ട് വരെ ടാക്സ് ഇല്ല, ടാക്സ് ഫ്രീ ആണ്. ഈ 12,500 പൗണ്ട് മുതൽ 50,000 പൗണ്ട് വരെ 20% ടാക്സ് കൊടുക്കണം. അതായത് ആ ഡിഫറൻസിന് 12,500 മുതൽ 50,000 വരെയുള്ള തുകയ്ക്ക് ഇയർലി ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% ടാക്സ് കൊടുക്കണം.
50,000 മുകളിൽ, അതായത് 1,50,000 വരെയാണെന്നുണ്ടെങ്കിൽ 40% ആണ് ടാക്സ്. ശരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം 1,040 മേടിക്കുന്ന ഒരാൾ, സാലറി മേടിക്കുന്ന ഒരാൾക്ക് ടാക്സ് കൊടുക്കണ്ട. അതിന് കൂടുതൽ മേടിക്കുന്ന സാഹചര്യത്തിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. നിങ്ങൾ കോഴ്സ് ചെയ്തപ്പം സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാനഡയിലാണെങ്കിൽ നമ്മൾ 2 വർഷത്തെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും. 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ 1 വർഷം കൂടി സ്റ്റേ ബാക്ക് കിട്ടും. എങ്ങനെയാണ് UK സ്റ്റേ ബാക്കിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്? ഞാൻ 2009 സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന സമയത്ത് അന്ന് ഇവിടെ PSW ഉണ്ടായിരുന്നു, പോസ്റ്റ് സ്റ്റഡി വർക്ക് എന്ന് പറയും. അതായത് നമ്മുടെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം ഇവിടെ ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള വിസ കിട്ടും. അതിന് വേറെ വിസ എടുക്കണം. സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റഡ് ആയെങ്കിൽ നമുക്ക് ഈ വിസക്ക് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ എനിക്ക് അത് കിട്ടി. അതായത് ഈ 2.5 വർഷം സ്റ്റുഡൻറ്റ് വിസ കിട്ടി, അത് കൂടാതെ 2 വർഷം ഇതും കിട്ടി, PSW കിട്ടി, സ്റ്റഡി വർക്കും കിട്ടി. ഇനി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾ അവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ജോലി ഫൈൻഡ് ചെയ്തത്? പിന്നെ നിങ്ങളുടെ ഒരു PR യാത്ര, പെർമനൻറ്റ് റെസിഡൻസിലേക്കുള്ള യാത്ര, സിറ്റിസൺഷിപ്പ് കിട്ടിയോ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരുമോ? ആ പോസ്റ്റ് സ്റ്റഡി വർക്കിൻ്റെ സമയത്ത്, PSWൻ്റെ സമയത്ത് ആ 2 വർഷം ഞാൻ ശരിക്കും ഫുൾ ടൈം ഒരു ജോലി കണ്ടെത്തിയിരുന്നു. ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു സൂപ്പർവൈസർ പൊസിഷനിലുള്ളൊരു ജോലിയിലായിരുന്നു. അപ്പം അവിടെ എനിക്ക് ഒരു വർക്ക് പെർമിറ്റ് കിട്ടി. ആ വർക്ക് പെർമിറ്റിലാണ് പിന്നീട് ഞാൻ 3-4 വർഷം പോയത്. ആ വർക്ക് പെർമിറ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് 10 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ 10 വർഷം കംപ്ലീറ്റ് ലീഗലി ചെയ്യുന്ന പക്ഷേ നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം PR കൊടുത്തു. PR കിട്ടി. PR കിട്ടി 1 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് സിറ്റിസൺഷിപ്പിന് കൊടുക്കാൻ പറ്റുക, ബ്രിട്ടീഷ് പാസ്പോർട്ടിന് കൊടുക്കാൻ പറ്റുക. ഞാൻ എലിജിബിൾ ആണ് ഇപ്പം, പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് പതുക്കെ കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ഈ PSW ഇപ്പം പുതിയ വരുന്ന സ്റ്റുഡൻസിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻസ് അവർ കോഴ്സ് നെക്സ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പക്ഷം അവർക്ക് PSWന് അപ്ലൈ ചെയ്യാം. അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞ് വീണ്ടും 2 വർഷം ഇവിടെ ഫുൾ ടൈം ജോലി ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. UK കണക്ട് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേട്ടിരിക്കുന്ന ബ്രിക്സിറ്റ് ആണ്. എന്താണ് ആക്ച്വലി ബ്രിക്സിറ്റ്? ഇതിനെക്കുറിച്ച് നിങ്ങൾ അവിടെ ലോക്കൽസ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ബ്രെക്സിറ്റ് ആക്ച്വലി ഒരു ഹാഫ് ബേക്ക് കേക്കാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ബ്രെക്സിറ്റ് പൂർണ്ണമായിട്ട് നടപ്പിലായിട്ടില്ല. നമ്മളിപ്പം UK ഇപ്പം എന്തായാലും യൂറോപ്യൻ യൂണിയൻ വിട്ടു, പക്ഷേ ഇപ്പോഴും ഒരു എക്കണോമിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ് ഡീൽസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനൊരു തീരുമാനം ശരിക്കും ഈ വർഷത്തിൻ്റെ അവസാനം ഉണ്ടാവേണ്ടതാണ്. അതായത് ഡീലാണോ നോ ഡീലാണോ എന്നുള്ള, ഈ എക്കണോമിക് റിലേഷൻഷിപ്പ് ക്യാരി ഓൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ശരിക്കും UK ഗവൺമെൻറ് ഇപ്പം ഇതിനു മുന്നേ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് നോ ഡീൽ എന്നാണ്. അതായത് യൂറോപ്പുമായിട്ട് ഇനി ഒരു എക്കണോമിക് റിലേഷൻഷിപ്പിൻ്റെ ആവശ്യമില്ല എന്ന ഒരു നിലപാടാണ് UK എടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ വന്ന് COVID-19 കാരണം അപ്പം പല അഭിപ്രായങ്ങൾ UK ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഇപ്പം യൂറോപ്പ് പൂർണ്ണമായിട്ടും UK പൂർണ്ണമായിട്ടും യൂറോപ്യൻ യൂണിയൻ ഒന്നുണ്ട്. എക്കണോമിക് റിലേഷൻ ഒന്നും വേണ്ട, നോ ഡീൽ എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു COVID-19 പാൻഡമിക് സിറ്റുവേഷൻ്റെ അകത്ത് ഇതാരും നോട്ടീസ് ചെയ്യില്ല. എന്തെങ്കിലും എക്കണോമിക്കലി എന്തെങ്കിലും ഡിസാസ്റ്റർ വല്ലതും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യില്ല എന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. ബാക്കി കുറച്ച് പേര് പറയുന്നത് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാരണം എക്കണോമി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബ്രെക്സിറ്റ് കൂടി പൂർണ്ണമായിട്ടും നടപ്പിലാവുന്ന പക്ഷം അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് വരുന്നുള്ള ഒരു സജഷനും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ പേഴ്സണലി എൻ്റെ ഒരു പരിമിതമായിട്ടുള്ളൊരു അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഡീലാണ് ബെറ്റർ. നമുക്ക് യൂറോപ്യൻ യൂണിയനിലുള്ള മെമ്പേഴ്സ്, യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളുമായിട്ട് ഈ എക്കണോമിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് ബെറ്ററാണ് ശരി എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം എനിക്കറിയാം. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സൈബക്സ് വേൾഡ് എന്നാണ്. ഞാൻ ട്രാവൽ ബ്ലോഗാണ് ശരിക്കും അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൂടാതെ ട്രാവൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ. ഞാൻ ഈ അടുത്ത് നടത്തിയൊരു യൂറോപ്പ് ട്രിപ്പ് ഉണ്ട്, റോഡ് ട്രിപ്പ് ഉണ്ട്, അതിൻ്റെ വീഡിയോസ് അതിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ ഞാൻ സോളോ ബാക്ക് പാക്ക് ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു പാലസ്തീൻ ഇസ്രായേൽ ഭാഗത്തൂടെ. അപ്പോൾ അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ലണ്ടൻ വീഡിയോസ് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ഈ ട്രാവൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. വാട്ട് എവർ റിലേറ്റഡ് ടു ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബുക്ക് ട്രാവലോഗ് വായിക്കാൻ, ട്രാവൽ വ്ളോഗ്സ് കാണാൻ, ട്രാവൽ മൂവീസ് കാണാൻ, അങ്ങനെ വാട്ട് എവർ റിലേറ്റഡ് ടു ട്രാവൽ ഞാനത് എൻജോയ് ചെയ്യും. അപ്പോൾ അത് കാരണം നമ്മളെന്തായാലും ട്രാവൽ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് ഒരു വ്ളോഗാക്കിയിട്ട് എന്തുകൊണ്ട് കാണിച്ചുകൂടാൻ തോന്നിയതാണ്. അങ്ങനെ ചെയ്തതാണത്. അപ്പോൾ മെയിനായിട്ട് ബാക്കിയുള്ളവരെ കൂടി മോട്ടിവേറ്റ് ചെയ്യുക, ട്രാവലിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഒരു ശരാശരി മലയാളി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് മനസ്സിലെ ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങളും സാമ്പത്തികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UK മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായി എത്രത്തോളം മുന്നേറാൻ പറ്റും? നമ്മൾ ഭയങ്കരമായിട്ട് കാശ് സമ്പാദിക്കുക എന്നുള്ള പ്ലാനോട് കൂടിയിട്ടൊക്കെ ഇവിടെ വരുന്നവർ നിരാശയായിരിക്കും ഫലം. കാരണം ഇവിടെ എക്സ്പെൻസസ് ഉണ്ട്. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ചും താമസിക്കുന്ന വീട് അങ്ങനെ എല്ലാത്തിനും അനുസരിച്ചിട്ട് ആ എക്സ്പെൻസസ് കൂടിയും കുറഞ്ഞും ഇരിക്കും. പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു ബൂം ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം അതന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ നല്ല ബിസിനസ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പം നല്ലൊരു ക്യാഷ് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുമായിരിക്കും. അവസാനമായിട്ട് നിങ്ങൾ ഒരു ടിപ്സ് കൊടുക്കും. അതായത് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യാനും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ UK പോകാൻ വേണ്ടിയിട്ട് താല്പര്യങ്ങളുണ്ട്. ഇവിടെ ഇരുന്നൊരു വ്യക്തി പറയുന്നതിനേക്കാളും എപ്പോഴും നല്ലതാണ് അവിടെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത്. സോ ഒന്ന് പറഞ്ഞു തരൂ, UK പോകുന്നതിന് മുൻപ് ഒരു മലയാളി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വരുന്നവരോട് ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ PSW ഉണ്ടെങ്കിൽ വരുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലത്. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ പാട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പോഷർ പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും, പക്ഷേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു എക്സ്പോഷർ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിലുള്ള ഒരു ബെനിഫിറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 വർഷം വേറെ സ്ഥലത്ത് ഫുൾ ടൈം ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ PSW ഉള്ള സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ, മാത്രമല്ല PSW ഉണ്ടെങ്കിൽ ആ 2 വർഷം നിങ്ങൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം. നിങ്ങൾ ഫീസ് വലിയ തുകയൊക്കെ അടിച്ചിട്ട് 10-12 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ 2 വർഷം കൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. പിന്നെ ഈ 2 വർഷം നമുക്ക് മാക്സിമം ജോലി ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും യൂറോപ്പിലേക്കൊക്കെ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ PSW ഉള്ള സമയത്താണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇനി വർക്ക് പെർമിറ്റിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നഴ്സിംഗ് വിസയിലൊക്കെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയല്ല, നിങ്ങൾക്ക് ഇവിടെ വരാം. ആ വർക്ക് പെർമിറ്റിലുള്ള സമയം മാക്സിമം ജോലി എന്തായാലും ഉണ്ടല്ലോ, ജോലിയൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് വരാം, വർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇവിടെ ജീവിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത വർക്ക് പെർമിറ്റ് എടുത്ത് പിന്നെ PR കൊടുത്ത് ഇവിടെ സെറ്റിൽ ആവണമെങ്കിൽ സെറ്റിൽ ആവാം. പിന്നെ ഇനിയിപ്പം സെറ്റിൽ ആവാനുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് വർക്ക് പെർമിറ്റിലുള്ള ഒരാളെ കല്യാണം കഴിച്ചു ഇവിടെ വന്നു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഉദ്ദേശമുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വരാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു പ്രൈം ഏജിൽ ഇവിടെ എത്തുമ്പം അങ്ങനെ ഒരു കൾച്ചറൽ ഡിഫറൻസിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഇപ്പോൾ ഞാനൊക്കെ വന്നത് എൻ്റെ ഒരു പ്രൈം ഏജിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 20 വയസ്സ് 21 വയസ്സിൻ്റെ മുന്നേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൾച്ചറലായിട്ടുള്ള ഡിഫറൻസിലേക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഏജിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് ഒരു പക്ഷേ ഞാൻ ഇവിടേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ വരുന്ന പക്ഷം നിങ്ങൾക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ മാക്സിമം ഇതിനെ അതിൻ്റേതായ രീതിയിൽ കാണാനും എടുക്കാനും പറ്റും. ഇത് വെറുതെ ഒരു റാൻഡം ആയിട്ടുള്ള ആൾ കുറച്ച് ഇൻഫർമേഷൻ തരികയല്ല. ഇത് അവിടെ 10 വർഷത്തോളം സ്റ്റേ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഈച്ച് ആൻഡ് എവറി കമൻറ്റ് ഐ വിൽ പേഴ്സണലി റിപ്ലൈ ടു ഇറ്റ്. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിലിടുക. അണ്ടിൽ ദെൻ വി വിൽ സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.